നമസ്കാരം. ഇന്നലെ കൗതുകകരമായ അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. വേടൻ, റാപ്പർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മലയാളത്തിലെ റാപ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അതിലുപരി സ്ത്രീ പീഡകനാണ്, മയക്കുമരുന്നിൻ്റെ ഉപഭോക്താവാണ്. അപ്പോൾ അതൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ റാപ്പർ എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ റാപ്പർ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് 2 പീഡനങ്ങൾ നടത്തിയത്. ആ 2 പീഡനങ്ങളിലും അയാൾക്ക് ജാമ്യം ലഭിച്ചു. പുലിപ്പല്ല് ധരിച്ചതിന് വനം വകുപ്പ് കേസെടുത്തു. ആ കേസെടുത്ത ഉദ്യോഗസ്ഥനെ നമ്മുടെ വനം മന്ത്രി തേൻകണി ശശീന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചു. അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടിയെടുത്തു. ആ ശിക്ഷാ നടപടിക്കെതിരെ ആ ഉദ്യോഗസ്ഥൻ പിന്നീട് നിയമപരമായി മുന്നോട്ട് പോയി. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും വേദികളിൽ മയക്കുമരുന്നിനെതിരെ പാടുന്ന വേടൻ വേദിക്ക് പിന്നിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. പക്ഷേ അത് കണ്ടിട്ട് പോലും ഈ വേടൻ ഭക്തർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല എന്നു മാത്രമല്ല, പിണറായി സർക്കാർ വേടന് സംസ്ഥാന ചലച്ചിത്ര അവാർഡും മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡും കൂടി കൊടുത്തു എന്നറിയുമ്പോഴാണ് നമുക്ക് ഒരു CPM-ന്റെ ഒരു തരം താണ നിലപാടിനെ കുറിച്ച് ബോധ്യമാകുന്നത്. എന്തായാലും ഭരണം മാറി. വേടൻ പ്രതീക്ഷിച്ചതുപോലെ ഇത്തരത്തിൽ 3ാം വട്ടവും അധികാരത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്നില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് KB ഗണേഷ് കുമാറിൻ്റെ പ്രചാരണത്തിന് പോലും ഈ പറയുന്ന വേടനെയാണ് വിളിച്ചുകൊണ്ട് പോയത് എന്നുള്ളതാണ്. 2 പേരും ഒരേ കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ട് അതിൽ ആർക്കും വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. എന്തായാലും വേടൻ്റെ പ്രചാരണം കൊണ്ടൊന്നും ഗണേഷ് കുമാർ രക്ഷപ്പെട്ടില്ല. അവിടെ പത്തനാപുരം മണ്ഡലത്തിൽ ജനങ്ങൾ തോൽപ്പിച്ച് ഗണേഷ് കുമാറിനെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ കണ്ട കാഴ്ച എറണാകുളം DCC ഓഫീസിൽ ഈ വേടൻ വലിഞ്ഞു കയറി ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുന്നു. അവിടുത്തെ DCC ഓഫീസിൻ്റെ ലൈബ്രറിയും ഒക്കെ ഇദ്ദേഹം പരിശോധിച്ചു. അവിടെ ചെന്ന് നിൽക്കുന്നു. അവിടുത്തെ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷിയാസ് അയാൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു. മുഹമ്മദ് ഷിയാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഒരാൾ വലിഞ്ഞു കയറി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ എത്ര ശത്രുവാണെങ്കിലും അയാളോട് ഒരു ആതിഥ്യ മര്യാദ കാണിക്കുന്നത് നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ വേടൻ്റെ ഈ ഒരു ചുവടുമാറ്റം, അതായത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി, പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി, ഇനി എന്തായാലും നമുക്കവിടെ ഇത്തരത്തിൽ ഒരു പിടിച്ചുപറ്റി നിൽക്കാനൊന്നും കഴിയില്ല, സർക്കാരിൻ്റെ പരിപാടികളിലൊന്നും തന്നെ ഇനിയിപ്പോൾ ക്ഷണം ഉണ്ടാകില്ല, അവാർഡുകൾ കിട്ടില്ല, ഇത്തരത്തിലുള്ള ബോധ്യമൊക്കെ വേടൻ ഉണ്ടായി എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഫലമായിട്ടാണ് വേടൻ ഇന്നലെ DCC ഓഫീസ് സന്ദർശിച്ചത്. അവിടെ അല്ലെങ്കിൽ വേടനെ പോലെ ഒരാൾക്ക് DCC ഓഫീസ് സന്ദർശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തായാലും UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ UDF നേതാക്കളുമായിട്ടൊക്കെ ഒരു സൗഹൃദമൊക്കെ ഉണ്ടാക്കി വെച്ച് അടുത്ത എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുക്കാനും അവാർഡുകളൊക്കെ തപ്പിയെടുക്കാനുമുള്ള ഒരു ശ്രമമായിരിക്കണം വേടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ജനം വെറുക്കുന്ന, അതായത് വേടനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അതിലൊന്നും നമുക്ക് യാതൊരു തർക്കവുമില്ല. ഏത് വൃത്തികെട്ടവരെയും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും. പക്ഷെ അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ വേടനെ ചേർത്തു നിർത്താനാണ്, കാരണം വേടനെ പോലെ സമാനതകളുള്ള മറ്റൊരാളും മലയാളത്തിലില്ല. ഈ വേടനെ പോലെ ഉള്ളവരെ ചേർത്തു നിർത്താനാണ് UDF ശ്രമിക്കുന്നതെങ്കിൽ അത് അവർക്ക് തന്നെ ദോഷം ചെയ്യും എന്നുള്ളതാണ്. ഇയാൾ 2 പീഡനക്കേസിലെ പ്രതിയാണ്. പുലിപ്പല്ല് ധരിച്ച കേസിൽ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. അത് വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വേടനെതിരെ കേസെടുത്തിട്ടുള്ളത്. കഞ്ചാവ് കേസിൽ പ്രതിയാണ്. ഇയാളുടെ ഫ്ളാറ്റിൽ നിന്നാണ് 8 പേരോടൊപ്പം കഞ്ചാവുമായിട്ട് വേടനെ പിടികൂടുന്നത്. നോക്കൂ, ഇത്രയധികം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കാണിച്ചവരെയാണ് പിണറായി വിജയൻ്റെ സർക്കാരും CPM-ഉം ചേർത്തു നിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തിനാണ് പുറത്താക്കിയത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ലൈംഗികാരോപണം ആദ്യം ഒരെണ്ണം ഉണ്ടായി, രണ്ടാമതുണ്ടായി, മൂന്നാമതുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ പാർട്ടിയിൽ നിന്നു തന്നെ പുറത്താക്കിയത്. ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുമ്പോൾ വേടനെ പോലെയുള്ളവരെ ചേർത്ത് നിർത്തുന്ന രീതി ഒരിക്കലും ശരിയല്ല. എന്തായാലും DCC ഓഫീസിലേക്ക് വലിഞ്ഞു കയറി വന്നപ്പോൾ പുറത്തിറങ്ങി പോകാൻ പറയുന്നത് മര്യാദയല്ല എന്നുള്ളത് കൊണ്ടാണ് മുഹമ്മദ് ഷിയാസ് അദ്ദേഹത്തെ ഈ വേടനെ വിളിച്ചുകൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത്. അതൊക്കെ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് കാണിച്ചിരുന്നു. എന്തായാലും ഇതൊരു പാഠമാണ്. കാരണം തൻ്റെ നിലനിൽപ്പ് കേരളത്തിൽ ഏകദേശം തീർന്നു എന്നുള്ള കാര്യം വേടൻ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അത് മാത്രമല്ല, രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മയക്കുമരുന്നിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം മയക്കുമരുന്നിനെതിരായി ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ച ആളാണ്. അതൊന്നും പലതും നമുക്ക് വേണ്ടത്ര രീതിയിൽ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്.
തന്നെയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല മയക്കുമരുന്നിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ്. ഇതൊക്കെ മനസ്സിലാക്കി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ. എന്തായാലും വേടനെ പോലെയുള്ളവരെ അകറ്റി നിർത്തേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. കാരണം വേടനിൽ നിന്ന് പഠിക്കാൻ ഇവിടുത്തെ തലമുറയ്ക്ക് യാതൊന്നുമില്ല. ആകെയുള്ളത് അലറി വിളിച്ച് എന്തൊക്കെയോ പറയുന്നു, പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, പിന്നെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു. ഇതൊക്കെയാണ് വേടനിൽ നിന്ന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് UDF നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വേടനെ പോലെയുള്ളവരെയും പിന്നെ ചില നടികളെന്നൊക്കെ പറഞ്ഞിട്ട് പലരും മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഒക്കെയുള്ള ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ട് അവരോട് വളരെയധികം അടുപ്പം തനിക്കുണ്ടെന്നുള്ള ഒരു ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത്തരക്കാരെയും ഒഴിവാക്കാൻ UDF നേതാക്കളും ബന്ധപ്പെട്ട മന്ത്രിമാരും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിലേതുപോലെയുള്ള പല കാര്യങ്ങളും ഇവിടെ ആവർത്തിക്കും. അത് വെറും ആരോപണങ്ങളായിരിക്കാം, പക്ഷേ അത് ആവർത്തിക്കും. പക്ഷേ ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നല്ലത്.